ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമമേകുമ്പോൾ. ആ ഇത്തിരി നാളത്തിന്റെ സ്വരമാണോ? സ്വരം ഇടയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. వయసుజాలమో పలేదుర మరులుగున్న చిన్నదానిర తనువు బాధ తీర్చరావిర రావిరా సల 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 రగిలిన పరువపు. യാത്രയൊക്കെ നന്നായിരുന്നു. രജനീഷിനെ കാണാൻ വേണ്ടിയല്ലേ വന്നോ? രാരാ സരസകുരാരാ. രജനീകാന്ത് സാറാക്കും ഹീറോന്ന് ഇത് പറഞ്ഞതല്ല. രാഖി രാമാനെ ഞാൻ ഇവിടെ ഓടി വന്നൊരു ഫ്ലൈറ്റ് വിടുന്നു ചാടി പോയ കഥയാണിത്. ഞാൻ പറഞ്ഞു ഞാൻ പാടും. രാരാ ഇസ് മൈ ബ്ലഡ്. സഗമ പനി സനി പമഗ സശ്രോതശ്വനി എന്നുള്ള രാഗം. സഗമ മാറ്റു പനി സനി പമഗ സനി ഒരു ദളം മാത്രം. അമൃതവർഷിണി രാഗം. രജനീഷ് തേങ്ങ എണ്ണയാണോ തള്ളി തേക്കുന്നത്? അല്ല അമൃതവർഷിണി അല്ല, തേങ്ങ എണ്ണ തേക്കുന്ന അമൃതവർഷിണി. രജനീഷ് എന്നെ വിടൂല കേട്ടോ. അങ്ങനെ വിടില്ല, വിടാൻ പറ്റില്ല. ആനന്ദാമൃത കർഷിണി അമൃതവർഷിണി ഹരാതി പൂജിതേ ശിവേ ഭവാനി ആനന്ദ. ദീക്ഷത്രയുടെ ഉണ്ട്. സാമഗാന സാർവഭൗമ ആലില മഞ്ചലിൽ നീയാടുമ്പോൾ ആടുന്നു കണ്ണായിരം. അവൾ ആടുന്ന സമയത്ത് ഈ 1000 കണ്ണുകളാണ് ഇങ്ങനെ കൂടെ ആടിയത്. എന്ന് വെച്ചാൽ അത്രയും ആരാധകര് നോക്കി നിൽക്കുകയായിരുന്നു, അത്രയും സുന്ദരിയായിരുന്നു അവളെന്ന് പറയാൻ വേണ്ടിയിട്ടാ സാറ് അമൃതവർഷിണി കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഒരു ഹൈ പിടിച്ചു. അപ്പൊ എന്നിട്ട് എന്ന് കൊണ്ടുപോയി കണക്ട് ചെയ്തിട്ട് ഒരു ഇറക്കം. ഭക്തിയാണെങ്കിൽ അതിനകത്ത് സങ്കല്പിച്ചതെങ്കിൽ ഭക്തിക്ക് ഇറക്കമില്ല, അവിടെ നിൽക്കും. അതിനകത്ത് അമ്മയെ കൊണ്ടുപോയി കുക്ക് ചെയ്തിട്ട് അമ്മ അത് കുളമാക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എങ്ങനെ ശിവാംഗി ചീത്ത വിളിച്ചോ അമ്മയെ? അമ്മ സുമ്മാ ഇരി അമ്മ, என்ன நீ பண்றேம்மா? ബിന്നി കൃഷ്ണകുമാറാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ് മാം. ശരിക്കും ഒരു കർണാടക സംഗീതജ്ഞ എന്റെ മുമ്പിലിരിക്കുന്നു. ഞാനാണെങ്കിൽ സംഗീതത്തിൽ അജ്ഞൻ. അങ്ങനെയൊന്നുമില്ല. ഞാൻ ശരിക്കും ഉണ്ടല്ലോ രജനീഷിന്റെ ഒരു ഫാനാണ്. ഞാൻ ശ്രദ്ധിച്ചത് വിദ്യാസാഗർ സാറിന്റെ ഒരു ഇന്റർവ്യൂ. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. ആരാണ് ഈ മനുഷ്യൻ? സാധാരണ ഇന്റർവ്യൂവേഴ്സ് ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. ഇത്രയും പാട്ടിനെ കുറിച്ച് ഇത്രയും ഗഹനമായി ഓരോ പാട്ട് നമുക്കാണ് ഒരു വരി പോലും ഓർമ്മ നിൽക്കുന്ന ആൾക്കാരല്ല കുറെ. ഓഫ് കോഴ്സ് അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ഒരാളാണ്. ഈ തോം 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 ഒരു കണക്ഷൻ ഞാൻ പറയട്ടെ. ഈ ഷർട്ടാണ് ഞാൻ വിദ്യാസാഗർ സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടത്. അതെന്തിനാ ഞാൻ സെലക്ട് ചെയ്തതെന്ന് അറിയാവോ? ഈ പാട്ട് ഞങ്ങൾക്ക് തന്നേന് എനിക്കൊരു ഗിഫ്റ്റ് തരണമെന്ന് തോന്നി. അതുകൊണ്ട് അതേ ഷർട്ട് ഞാൻ സെയിം ഷർട്ട് ഇട്ടുകൊണ്ട് ഇപ്പൊ ഒരു കണക്ഷൻ ക്ലിയർ ആയി. വിദ്യാസാഗറിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഇന്റർവ്യൂ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഈ നമുക്ക് നോളജ് ഇല്ല എന്നുള്ളത് നമ്മൾ നാട്ടുകാരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളത് പൊളിക്കും. നോളജ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കും. ഇല്ല എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കും. കാരണം എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളോട് കള്ളത്തരമൊന്നും നടക്കില്ല. നമുക്കത് ഇനി രജനീഷ് ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, നമുക്ക് തുടങ്ങാൻ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഞാൻ ആ പേജിൽ നിങ്ങളുടെ യൂട്യൂബ് തുറക്കുമ്പോൾ ആദ്യം കിടക്കുന്ന പാട്ടെന്ന് പറയുന്നത് രവീന്ദ്രൻ മാഷിന്റെ അറബിയില് ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമമേകുമ്പോൾ. ഈ സിനിമ സംഗീതം എന്ന് പറയാൻ നമ്മളൊക്കെ പോപ്പുലർ ആയിട്ട് അറിയുന്നേ ഉള്ളൂ. പക്ഷെ ഗ്രിപ്പും ബേസും കിടക്കുന്ന കർണാടകയിലാണ്. അതുകൊണ്ട് രാഗം പാടി തന്നെ തുടങ്ങി. പിന്നെ തീർച്ചയായിട്ടും പഞ്ചരത്നം കേട്ടിട്ടുണ്ടോ? എന്തരോ മഹാനുഭാവുലു. അതുപോലെ അതിലെ ഒരു രാഗമാണ് ഈ ആരഭി. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് പാടണമെങ്കിൽ ഒരുപാട് പാടാം. ഇപ്പം രജനീഷ് ചോദിച്ചോണ്ട് അതൊരു കുട്ടിയായിട്ട് ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമമേകുമ്പോൾ
മംഗളഗന്ധം ആണിൻ കവിളിന് ഇക്കിളിയൂട്ടുമ്പോൾ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഇത് രവീന്ദ്ര മാഷിൻ്റെ തന്നെ ആരഭിയിൽ വേറൊരു പാട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ വെറുതെ ഒരു പിണക്കം എന്ന് പറയുന്ന ഒരു സിനിമ, നെടുമുടി വേണു അദ്ദേഹത്തിൻ്റെ. അതെനിക്ക് ഞാൻ ഈ കൊച്ചിലെ ശ്രദ്ധിച്ചൊരു പാട്ടാ. മനസ്സേ നിന്റെ മണിനോപുരങ്ങൾ ഇന്നെന്തേ മാറ്റിവച്ചു, നർത്തനം ചെയ്ത് തളർന്നിട്ടോ നാണം കൊണ്ട്. ആ നാണത്തിൻ്റെ പോക്ക് കണ്ടോ? നാണം കൊണ്ട് തരിച്ചിട്ടോ മനസ്സേ. മനസ്സിനോടുള്ള ക്വസ്റ്റ്യൻ അദ്ദേഹം താഴേന്ന് മനസ്സേ. ഇങ്ങനൊരു കോമ്പോസിഷനൊക്കെ റെയറാ. സാധാരണ എല്ലാം മേലേന്നൊക്കെ ഇപ്പം ഇത്തിരി നാണം സാരി സാരി സരി മകരി അങ്ങനെ വരും. ആ ഇത്തിരി നാണത്തിന്റെ സ്വരമാണ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കൊരു ഡുവറ്റ് ഉണ്ട്. അതേപോലെ ഈ ആഭേരി രാഗം ഇത് കേൾക്കുന്നതല്ലാതെ എനിക്ക് ഇതിനെ കുറിച്ച് നോളജ് ഇല്ല. അതിലൊരു സിനിമാ പാട്ടും കൂടെ പാടുമോ? ആഭേരി എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം വളരെ ഫേമസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നഗുമോമു, നമ്മുടെ MG ചേട്ടൻ ചിത്രത്തിൽ പാടി. അതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കർണാട്ടിക് മ്യൂസിക് എന്ന് പറയണത്. നഗുമോമോ ഘനലേ നീനാജാലി ദലിസി നഗുമോമോ ഘനലേ നാജാലി ദലിസി നനു രാധാ ശ്രീരഘോവരണി നഗുമോമോ. അടിപൊളി. ഇന്ന് നമ്മൾ പൊളിക്കും കേട്ടോ. പാട്ട് കംപ്ലീറ്റ് പാടിയിട്ടേ ഞാൻ വിടുള്ളൂ. ഇപ്പോഴത്തെ ഈ കാലഘട്ടം, കൊറോണ കാലഘട്ടം കഴിഞ്ഞുള്ളത് നിറയെ ഈ കഫ് കോൾഡ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ട് ഒരു 70% മാറിയിട്ടുള്ളൂ. എനിക്ക് പേടിക്കണ്ട, കഫം കോൾഡൊന്നുമില്ല. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ആ ഒരു കുറച്ച് ചില നേരം എന്തെങ്കിലും ഒരു ക്ലിക്ക് എന്ന് വരും. അത് കുഴപ്പമില്ല. അത് നമ്മൾ പായലേ വിട പൂപ്പലേ വിട അവിടെ നിർത്തും. കപ്പിനെയൊക്കെ പാട്ട് അതിൻ്റെ വഴിക്ക് പോകും. ശരിക്കും വിദ്യാസാഗർ സാറിലേക്ക് എത്തുക എന്ന് പറയുന്നത് ആണ്. അത് വിദ്യാസാഗർ സാർ പലരെയും 10-36 ഗായകരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സാറിൻ്റെ ഒരു വലിയ ടോപ്പ് പാട്ട് അത് നമ്മളിവിടെ ഒരു മുறை വന്ന് പാർട്ടായി ചെയ്തു വെച്ചിട്ട് MG രാധാകൃഷ്ണൻ സാറ് അടിപൊളിയായി ചെയ്തു വെച്ച ഒരു സാധ്യതയെ അതിൻ്റെ തോം തോം എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വേറെ കൊണ്ടുവന്നിട്ട് ബമ്പർ ഹിറ്റാക്കുക, സൗത്ത് ഇന്ത്യ മുഴുവൻ ഹിറ്റാക്കുക. ശരിക്കും അതിൻ്റെ തോം തോം വ്യത്യാസവും കൂടെ പറഞ്ഞ് സാറിലേക്ക് എത്തിയ ഒരു കാര്യം പറയും. ആക്ച്വലി ഞാൻ ഇതുപോലെ കർണാട്ടിക് മ്യൂസിക് മാത്രം പാടിക്കൊണ്ടിരുന്ന നേരത്ത് നിറയെ പേര്, നമ്മുടെ രാജാമണി സാറ് ഒക്കെ ഉണ്ടല്ലോ, മ്യൂസിക് ഡയറക്ടർ. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ BA ചിദംബരനാഥ് മാഷ്, എങ്ങനെ മറക്കും? മാഷിൻ്റെ പാട്ടറിയാലോ, കേശാദി പാദം തൊഴുന്നേൻ കേശവ. അദ്ദേഹത്തിനെ കുറിച്ച്, കാരണം ഞാനൊരു പ്ലേ ബാക്ക് സിംഗറായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ പറയാതെ വിസ്മരിക്കാതെ വയ്യ. മലയാളം ശരിയാണോ? സ്മരിക്കാതെ വയ്യ. അപ്പം അങ്ങനെ BA ചിദംബരനാഥ് മാഷോ അദ്ദേഹമൊക്കെയാണ് പറഞ്ഞത്, മോളെ നിൻ്റെ സൗണ്ട് നല്ലതാണ്, സാധാരണ കർണാട്ടിക് ഇതിനേക്കാൾ അങ്ങനെ അതല്ല, നിൻ്റെ ഒരു ഡിഫറൻറ്റ് നിനക്ക് പാടാൻ ട്രൈ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ വിദ്യാസാഗർ സാറിന് എനിക്ക് ആഗ്രഹം തോന്നി. കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളുമായി. ഇത്രയൊക്കെ ഞാൻ സിനിമ പാട്ടേ 30 വയസ്സ് വരെ പാടിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാം. പക്ഷേ എനിക്ക് പാടാൻ ആഗ്രഹം തോന്നി. അദ്ദേഹത്തിനൊരു ഡെമോ കൊടുത്തു. അദ്ദേഹം ഒരു 5 മാസം കഴിഞ്ഞ് അദ്ദേഹം 10-25 പേരുടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. 25ാമത്തെ പാട്ട് ആണ് എൻ്റെ ഡെമോ ഇങ്ങനെ കേൾക്കണേ. നെക്സ്റ്റ് അങ്ങനെ എൻ്റെ കേട്ടപ്പം സ്റ്റോപ്പ്, ഇവരെ വിളിക്കാൻ പറഞ്ഞു മുരുകൻ്റെ അടുത്ത്. ഇതാണ് നടന്നത്. അപ്പം മുരുകൻ മാനേജർ ഉടനെ വിളിച്ചു. ബെന്നി കൃഷ്ണകുമാർ വൈഫ് താനും എന്ന് ചോദിച്ച് മുരുകൻ കൃഷ്ണകുമാറിനെ വിളിച്ചു. അപ്പം അതേന്ന് പറഞ്ഞു, ഒരു പാട്ട് പാടാനാന്ന്. ഞാനന്ന് അവിടെ ഇല്ല, ഞാൻ തൊടുപുഴയിൽ പിള്ളേരെയൊക്കെ കൂട്ടി ലീവാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. ഇവിടെ വന്നപ്പം കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞപ്പം എന്നെ വിളിച്ചതേ വിദ്യാസാഗർ സാറിൻ്റെ ഓഫീസിൽ നിന്ന് വന്നു. അത് അദ്ദേഹം ഇങ്ങനെ കത്തി നിൽക്കുക, തമിഴ് തെലുങ്ക് മലയാളം. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ.
അതൊന്നും എനിക്കറിയില്ല, ഇങ്ങനെ വിളിച്ചു, വലിയൊരു പാട്ടാണെന്ന് പറഞ്ഞു, നീ ഉടനെ കയറി വരാമോ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ചുമ്മയാ, കുട്ടികളൊക്കെ ആയിട്ട് വന്നല്ലേ, കൃഷ്ണകുമാർ നിങ്ങളെ കുട്ടികളെയൊക്കെ വിളിച്ചു, നിങ്ങൾക്ക് രണ്ടുപേർക്ക് അവിടെ എന്താ രസം കൂടാനാ, നിങ്ങളവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയാ, ചുമ്മാ അടവാ. അപ്പം ഞാനും ശരി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഒരു ആഴ്ച കഴിഞ്ഞ് ബിന്നി വരും, എന്നിട്ട് മതിയോ എന്ന് ചോദിച്ചു, ആദ്യമായിട്ട് പാടാൻ വിളിക്കുമ്പോഴേട്ടോ. അപ്പം മുരുകൻ ജി ഒരു കാര്യം പറഞ്ഞു, അണ്ണാ இந்த மாதிரி ഒരു ചാൻസ് ഇതുവരെ யாருக்கும் கிடைச்சதில்ல, இனிமே கிடைக்குமான்னு தெரியாது, அந்த மாதிரி ஒரு பாட்டுக்கு ஒரு படத்துக்கு தான் அந்த பாட்டுன்னு. രജനീകാന്ത് സാറാക്കും ഹീറോന്ന് ഇത് പറഞ്ഞതല്ല, രാഖി രാമാനെ ഞാൻ ഇവിടെ ഓടി വന്നൊരു ഫ്ലൈറ്റ് എടുത്ത് ചാടി പോയ കഥയാണിത്. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ ഓക്കെ ആവോ, എല്ലാവരും ഓക്കെ പറഞ്ഞു രജനീകാന്ത് സാറും. കാരണം അവർക്ക് താല്പര്യം നിത്യശ്രീ പാടിക്കാനായിരുന്നു. കാരണം അവരുടെ പടത്തിലെല്ലാം പാടി ഹിറ്റായത് ഒബ്വിയസ്ലി. പക്ഷെ സാറിന് ഇങ്ങനെ എൻ്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വിളിച്ചു. സാറിന് 100 നന്ദി. അത് 2005 ബെസ്റ്റ് അന്ന് സൗത്ത് ഇന്ത്യയിൽ ഒരാൾക്ക് പ്ലേ ബാക്ക് സിംഗർ ഫിലിം ഫെയർ അവാർഡൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ 2006 ഫിലിം ഫെയർ ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ പ്ലേ ബാക്ക് സിംഗർ എന്നൊക്കെ അവാർഡ് കിട്ടി. ഇതൊക്കെ രസം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് തലേ വർഷം ചിത്ര ചേച്ചിയാണ് ഈ ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫിലിം ഫെയർ അവാർഡ് വാങ്ങിയത് പ്ലേ ബാക്ക് സിംഗർ. അയ്യോ രാരയോ, സത്യം പറയാലോ 20 വർഷം ആവുന്നു ആ പാട്ട് പാടിയിട്ട്. എല്ലാരും ചോദിക്കും ഇവർക്ക് രാര ഉള്ളോ പാടാന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പാടും, രാര ഈസ് മൈ ബ്ലഡ്. രാര ഞങ്ങളുടെ ബ്ലഡുമാണ്. മ്യൂസിക് ലവേഴ്സ് ആണോ രാര കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുക? ഇപ്പോഴും അടുക്കാത്ത എന്തുകൊണ്ടാ? അതാ അത് അദ്ദേഹം അതിനൊരു നല്ലൊരു രാഗം ഇട്ടു കേട്ടോ. അതായത് ഇതിന്റെ പുറകിലൊരു കഥയുണ്ട്. ശുദ്ധധന്യാസി രാഗത്തിലാണ് ഇത്. കന്നഡ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. അത് ശുദ്ധധന്യാസി രാഗത്തിലാണ് അവര് ഡയറക്റ്റ് ചെയ്തത്. സോ പി വാസു സാറ് പറഞ്ഞു എനിക്ക് അതേ രാഗത്തിൽ വേണമെന്ന്. വിദ്യാസാഗർ സാറ് അത്ര നോളജുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അത് തന്നെ പിടിക്കുന്നതിൽ ഒരു താല്പര്യമില്ല. അപ്പോൾ ഈ സഗമപനി എന്നുള്ള ഒരു സഗമപനി ഇതാണ് ശുദ്ധധന്യാസി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, എന്നാൽ ശരി അതിലെ നിഷാദം 2 ഇത് നീ 1 നീ 2 ആക്കി സഗമപനി സനി പമഗനി മാറ്റിവിട്ടു രാഗം. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് ഞാൻ ഒരു വലിയ കൈയടി അടിച്ചത്. കർണാടക സംഗീതത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പം സ ഗ മ പ നീ രജനീഷ് നോക്കിയാൽ സ ഗ മ പ നീ സ നി പ മ ഗ സ വരും. അത് ശുദ്ധധന്യാസി പറഞ്ഞു സ ഗ മ പ നീ സ നി പ മ ഗ സ ശ്രോതശ്വനി എന്നുള്ള രാഗം. സ ഗ മ മാറ്റു പ നി സ നി പ മ ഗ സ നി ഒരു ദളം മാത്രം അമൃതവർഷിണി രാഗം. അതെ അതെന്താ പറയാമോ, ഞാൻ ഈ സഗമപവനിയുടെ വെറൈറ്റിയെ കുറിച്ച് പറഞ്ഞ ഒരു സഗമ ഗാമ നീ വെച്ച് സാപ്പാസ എന്ന് പറഞ്ഞാൽ ചില അതിനൊരു വ്യത്യാസമില്ല. നടുക്കുള്ള ഈ ഇവന്മാര് ഗായും മായും നീയും കിടന്ന് കളിക്കണ ഇതൊക്കെ കർണാടക സംഗീതത്തിന്റെ പ്രത്യേകതയാണ്. സഗമപ ഇത് പർപ്പതി എന്നൊരു രാഗം. അതിന്റെ കൃഷ്ണകരോ ഭജമന പ്രഭതും കൃഷ്ണകരോ. ഇനി വേറെണ്ണം വരാം. മഞ്ഞമാസ പക്ഷി ഇതെല്ലാം പർപ്പതി രാഗമാണ്. സുമനേശ്വര രഞ്ജിനി എന്ന് ഒരു പേരുണ്ട് ആ രാഗത്തിന്. വിദ്യാസാഗർ സാറിന്റെ പാട്ടാണ്. അതിലേക്ക് പോകുന്നതിന് അമൃതവർഷിണി വീണ്ടും വിദ്യാസാഗറിലേക്ക് വന്നിട്ട് രാര അത് ഇടയ്ക്ക് തുടങ്ങിയാൽ മതിയായിരിക്കും. അതെ അങ്ങനെ വിടില്ല, അങ്ങനെ വിടാൻ പറ്റില്ല. ഞാനേ നമ്മുടെ മദ്രാസിലെ ഈ സ്ട്രീറ്റ് പോലെയാ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ പോകും ഇങ്ങനെയാണ് സ്ട്രീറ്റ്. ഇവിടെ ഹരികൃഷ്ണൻ നഗർ സ്ട്രീറ്റ് കാണും, ഇവിടെ ഇന്ദിരാഗാന്ധി, ഇവിടെ ബാപ്പു ഗാന്ധി, അവിടെ ജവഹർലാൽ നെഹ്റു സ്ട്രീറ്റ്. ഇങ്ങനെയാണ് സ്ട്രീറ്റുകൾ. ഇവിടെ നിന്ന് നോക്കിയാൽ 5 സ്ട്രീറ്റിന് 5 പേര്. ഈ ഏത് സ്ട്രീറ്റിൽ കൂടെ നമ്മൾ ദിടീന്ന് അങ്ങ് പോകും എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി സ്ട്രീറ്റ്. റിമി ടോമി അവിടേക്ക് വരുമ്പോൾ റിമി ടോമി പുറത്തുനിന്ന് ഇറങ്ങിയിട്ടാണല്ലോ ഇത് ഷൂട്ട് ചെയ്ത് വരുന്നത്. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത്. അതെ അതെ.
അപ്പോൾ റിമി ഞാനൊക്കെ ഏതാണ്ട് ഒരേ സ്വഭാവം എന്ന് വെച്ചാൽ ഈ തമാശ പറയുക ചിരിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. മനസ്സിലായി. എനിക്ക് സംഗീതം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം തമാശ. സംഗീതം വിടുന്നില്ല, ഞാൻ ആ പാട്ട് പാടിപ്പിച്ചതിന് ശേഷം ബാക്കി ശരി. തനന ധീം തധീം തധീം തന തനന ധീം തധീം തധീം തന തനന ധീം തധീം തധീം തന ധീം തന వయసు జాలమో పలేదుర మరులుగున్న చిన్నదానిర తనువు బాధ తీర్చరావిర రావిరా సల 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 రగిలిన పరువపు సొద ఇది తడిపొడి తడిపొడి తపనల స్వరమిది రారా రారా సరసకు రారా రారా చింతకు చేరా ప్రాణమే నీదిరా ఏలుకోరాదురా శ్వాసలో శ్వాసవై రారా. വാവ്, പുളി. അത് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ ഫ്രഷ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശബ്ദം ഭയങ്കര കാച്ചിങ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ദിവസവും സാധകം ചെയ്യുന്നത് കൊണ്ടാണോ ഇത്രയും രസമായിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് അതിങ്ങനെ ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി വരണ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു കുളിരുണ്ടാവും. അതെ, അതാ ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇതിലും ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഈ ചുമ ഇങ്ങനെ വന്നിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞു വിട്ടു, ഈ ഇന്റർവ്യൂവിനെങ്കിലും കഫത്തിന്റെ കാര്യം പറയരുത്. എന്റെ ചേച്ചിമാരെന്നെ ശരിയാക്കും. ആദ്യം എന്നെ ചേച്ചിമാരുടെ മക്കളും എൻ്റെ ചേച്ചിമാരുടെ മക്കള് ചിറ്റേ കഫം ഇവിടെ. ഈ കഫം ഒരു വില്ലനാ. ഒരു 70% മാറി. ഇത് കുഴപ്പമില്ല, ഇന്ന് മാറ്റിട്ടേ വിടുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അമൃതവർഷിണിയുടെ കാര്യം സംസാരിക്കും. രജനീഷ് തേങ്ങ തന്നെയാണോ തള്ളി തേക്കുന്നത്? ഞാൻ എണ്ണ തേക്കാറില്ല. സീരിയസ്ലി നിങ്ങളാള് സത്യം പറ. അല്ല, ഞാൻ ഫേക്ക് അല്ല, ഞാൻ ഒറിജിനലാണ്. ആക്ച്വലി വിശ്വസിക്കണം പ്ലീസ്. അതായത് സാധാരണ തേങ്ങ എണ്ണ ഡെയിലി തേക്കുന്ന ആൾക്കാർക്കാണ് ഇവിടെ മറ്റേ ഇതൊക്കെ വരുള്ളൂ. മറ്റേ ഒരു അതായത് ടി വി കൂടെ അറിയുന്നുണ്ടോന്ന് അറിയില്ല, നേരിട്ട് ഇവിടെ ഭയങ്കര ഒരു ഗ്ലോ ഉണ്ട് നെറ്റിയില്. ഇവരൊക്കെ എന്നെ ചീത്ത വിളിക്കും കേട്ടോ, ക്യാമറ വെച്ചിട്ട്. ഇതെന്താ ഇങ്ങനെ വെളിച്ചം അടിക്കുമ്പോഴേ ഗ്ലോ വരുന്നു, ഇച്ചിരി മേക്കപ്പ് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, സൗത്ത് ഇന്ത്യയിൽ മേക്കപ്പ് ചെയ്യാത്ത ഒരേ ഒരു ആങ്കർ ഞാനാണ്. അത് പോട്ടെ. അല്ല, അമൃതവർഷിണി അല്ല, തേങ്ങ എണ്ണ തേക്കുന്ന തേങ്ങ അല്ല, അമൃതവർഷിണി. ഞാൻ പറയട്ടെ, അമൃതവർഷിണിയിൽ ഇപ്പോൾ MG രാധാകൃഷ്ണൻ സാറ് ചെയ്തതാണ് ഒരു ദലം മാത്രം വിടർന്ന ഒരു ചെമ്പനീർ. അത് ONV സാർ എഴുതിയതാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ഒരു കണ്ടുപിടുത്തം ഞാൻ പറഞ്ഞുതരാം. ആ കണ്ടുപിടുത്തം പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഇടയ്ക്കുള്ള ആ ടോപ്പ് പോകുന്ന സാധനമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ പോയി പിടിക്കില്ലേ. സാനി പമഗ ആ ആ ആ ഗാനാമൃതവർഷിണി. ഞങ്ങളുടെ ഗുരുജിയുടെ ഒരു ഗുരുജി ബാലമുരളീകൃഷ്ണൻ ഗുരുജിയുടെ ഒരു വർണ്ണമുണ്ട്. അത് കച്ചേരിക്കൊക്കെ ആദ്യം ഞങ്ങൾ പാടും. അമൃതവർഷിണി എന്ന് പറയുന്നത് ഭയങ്കര വൺ ഓഫ് മൈ ഫേവറേറ്റ് രാഗമാണ്. കാരണം ഇതിൻ്റെ ഈ ഗാന്ധാരവും മധ്യമവും നിഷാദവും നമ്മൾ പാടേണ്ട രീതി പാടിയ ഈ മേഘത്തിലേക്ക്, മേഘങ്ങളുടെ ആ ഒരു എനർജി ഉണ്ടെന്നാണ് പറയണത്. അങ്ങനെയാണ് ഇത് മഴ പെയ്യുന്ന രാഗം എന്ന്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലാണ് മേഘമൽഹാർ പറയും, ഇവിടെ അമൃതവർഷിണി. അതുകൊണ്ട് ആ പേര് ഇറ്റ്സെൽഫ് എന്താ പറയണ, ആ പേര് അമൃതവർഷിണി. ഒരുപാട് കോമ്പോസിഷൻസ്. ആനന്ദാമൃതകർഷിണി അമൃതവർഷിണി ഹരാതി പൂജിതേ ശിവേ ഭവാനി ആനന്ദ ദീക്ഷിതരുടെ ഉണ്ട്. പിന്നെ സുധാമയി സുധാനിധി സുമശരേക്ഷു കോദണ്ഡേ, അങ്ങനെ ഒരു കീർത്തനം. അതല്ല, ഞാൻ കീർത്തനത്തിനെ കുറിച്ച് പറഞ്ഞതാ. സാമഗാന സാർവഭൗമ. നമ്മുടെ ദക്ഷിണമൂർത്തി സ്വാമി ഗാനം ഫിലിമിലാന്ന് തോന്നണ ഒരു നീലലോചിത ശിതകാരിണി ഭവാനി ശക്തിഭാമിനി നീലലോചിനി നീലലോചിത ശിതകാരിണി ഭവാനി. ഒരു പാട്ട് അദ്ദേഹത്തിന്റെ ഉണ്ട്, ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ.
നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ രവീന്ദ്രൻ മാഷിൻ്റെ ആഷാഢം പാടുമ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് പാടിക്കുക. എനിക്ക് രണ്ട് ആഷാഢം പാടുമ്പോൾ അതാണ് പാടാൻ പറയണത് എൻ്റെ അടുത്ത്. അങ്ങനെ പോലെ വെള്ളാരം മുത്തും കൊണ്ട് ആകാശം മുത്തം കൊണ്ടാകാശം പ്രേമത്തിൻ കൈക്കുമ്പിൾ മീട്ടുന്നു മനസ്സിലും മൃദംഗമം മനസ്സിൽ മൃദംഗമായി ആഷാഢം പാടുമ്പോ അതുണ്ട്. രാധാകൃഷ്ണൻ സാറിന്റെ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഈ ഒരു തലം മാത്രം ഓരോ തലവും വിടരും മാത്രകൾ ഓരോ വരയായി വർണ്ണമായി ഒരു മൺചുമരിൻ്റെ നീറുകയിൽ നിന്നെ ഞാൻ ഒരു പൊൻതിടമ്പായെടുത്തു വച്ചു. താഴെയും കൂടെ പാടുമോ? ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഇതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വ്യാഖ്യാനമാണ്. അതായത് ഈ പാട്ടിൽ ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, തരളത പോലെ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. അങ്ങനെയും നിന്നിട്ടുള്ളൂ അവസാനം വരെ. പക്ഷേ ഇതിൻ്റെ അവസാനം ഒരു പൊൻതിടമ്പായി എടുത്തു വെച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് 2-3 സങ്കല്പങ്ങൾ നമുക്ക് വെക്കാം. അവളെ അത്രയും ഉയരത്തിൽ പ്രതിഷ്ഠിച്ചു. പിന്നെ ഈ പൊൻതിടമ്പ് എന്ന് പറയുന്നത് നമ്മൾ ചില ആചാരങ്ങളുടെ ഭാഗമായിട്ട് ഈ സ്വർണ്ണപ്പൊട്ടൊക്കെ ചുവരിലൊട്ടിച്ചു വെക്കുന്ന ദേവീ സങ്കല്പങ്ങളുണ്ട്. അതിങ്ങനെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ സ്വർണ്ണപ്പൊട്ട് ഇങ്ങനെ കൊടുക്കും നമ്മൾ. അത് അവർ ചുവരിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. ആ തരത്തിൽ അതിനെ എടുത്തുയർത്തി ദേവീ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പാണ്. പെണ്ണിനെ നമ്മൾ അത്രയും വലിയ രീതിയിൽ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ള ഒരു അർത്ഥവും വ്യാഖ്യാനവും അതിനകത്തുണ്ട്. അപ്പോൾ എടുത്തു വെച്ചു എന്ന് പറയുന്ന സ്ഥലത്തും ഈ MG രാധാകൃഷ്ണൻ സാറ് ശരിക്കും നോക്കുമ്പോൾ ONV ഇങ്ങനെ ദൂരെ നിന്നതേ ഉള്ളൂ. അങ്ങനെയാണല്ലോ ONVയുടെ റൈറ്റിങ്സ് ഒക്കെ. ആലില മഞ്ചലിൽ നീ ആടുമ്പോൾ ആടുന്നു കണ്ണായിരോ എന്നൊക്കെ പറയുള്ളൂ, പോയി തൊടില്ല, ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതും അർത്ഥം അറിയാലോ. ആലില മഞ്ചലിൽ നീ ആടുമ്പോൾ ആടുന്നു അതെ അതൊന്നും പറയൂ. ആലില മഞ്ചലിൽ നീ ആടുമ്പോൾ ആടുന്നു കണ്ണായിരം. അവൾ ആടുന്ന സമയത്ത് ഈ 1000 കണ്ണുകളാണ് ഇങ്ങനെ കൂടെ ആടിയത് എന്ന് വെച്ചാൽ അത്രയും ആരാധകർ നോക്കി നിൽക്കുകയായിരുന്നു, അത്രയും സുന്ദരിയായിരുന്നു അവളെന്ന് പറയാൻ വേണ്ടിയിട്ടാ. പക്ഷെ അപ്പോഴും ONV അടുത്ത് പോവില്ല. അതേപോലെ ഇതിനകത്ത് നോക്കി നിന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ ഒരു പൊൻതിടമ്പായി എടുത്തു വെച്ചു എന്ന് പറയുന്ന സ്ഥലത്തും അവിടെ വെച്ചതേ ഉള്ളൂ. പക്ഷെ MG രാധാകൃഷ്ണൻ സാറ് നോക്കിയപ്പോൾ അതിനൊരു ഹൈ ഇല്ല, ഒരു പ്രണയത്തിൻ്റെയോ ഇല്ലെങ്കിൽ അവിടെ ഒരു സംഗമത്തിൻ്റെയോ ഒക്കെ സാധ്യതയുണ്ട്. പക്ഷെ അത് ONV ഉപയോഗിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു, സാറ് അമൃതവർഷിണി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒരു ഹൈ പിടിച്ചു. അപ്പം എന്നിട്ട് എന്ന് കൊണ്ടുപോയി കണക്ട് ചെയ്തിട്ട് ഒരു തലം ഇറക്കം. ഭക്തിയാണെങ്കിൽ പൊൻതിടമ്പായി എടുത്തു വെച്ചു ദേവീ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഭക്തിയാണെങ്കിൽ അതിനകത്ത് സങ്കല്പിച്ചതെങ്കിൽ ഭക്തിക്ക് ഇറക്കമില്ല, അവിടെ തന്നെ നിൽക്കും. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ MG രാധാകൃഷ്ണൻ സാറ് നമ്മളെ ഇറക്കിയത് എവിടേക്കാണെന്ന് നമ്മൾ ചിന്തിക്കുക. മനസ്സിലായോ? ഇറ്റ്സ് ഹാപ്പൻഡ്. ഇതാണ് MG രാധാകൃഷ്ണൻ സാറ് ONV എഴുതാത്ത സ്പേസിൽ ചെയ്തത്. ഇതൊരു രസമുള്ള കഥയില്ല. ഇതാണ് പ്രേക്ഷകരെ രജനീഷ്. ഇതെന്റെ വ്യാഖ്യാനമാണ്, ദയവായി ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ രാഗങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ അമൃതവർഷിണി അമൃതവർഷിണിയായി. അമൃതവർഷിണിയിൽ ഇനി ഏതെങ്കിലും പാട്ടുണ്ടോ? ഈ മേഘമൽഹാർ സിനിമയിൽ അമൃതവർഷിണി അല്ല. ഇല്ല. അമൃതവർഷിണി കാണും കേട്ടോ. നമ്മള് ഇപ്പൊ തമിഴിലാണെങ്കിൽ രാജാ സാർ തൂങ്കാത്ത തൂങ്കാത്ത വിഴികൾ 2 അങ്ങനെ അത് 2-3 പാട്ടുകളെ ഇതിലുള്ളൂ. ഇനി നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഇത്രേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഈ വിദ്യാസാഗർ സാറിന്റെ ഒരു താരാട്ട് പാട്ട് പാടിയിട്ടില്ലേ തമിഴില്? അതൊന്ന് പാടുമോ? ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചായിരുന്നു. സാർ അങ്ങനെയും പാടിപ്പിച്ചല്ലേ എന്ന് വിചാരിച്ചു. സാറിന്റെ ഒരു 5ഓളം പാട്ട് ഞാൻ ഫിലിം സോങ് മാത്രം പാടിയിട്ടുണ്ട്. അതൊന്ന് 2 വരി. ഇത് ഞാനും മധുബാലകൃഷ്ണൻ കൂടെ പാടിയ പാട്ടാണ്. അപ്പം സാധാരണ സാർ എന്നെ ക്ലാസിക്കൽ ഓർ ഡാൻസ് ഓറിയന്റഡ് അങ്ങനത്തെ പാട്ടുകളാണ് എന്നെ പാടിപ്പിക്കുന്നത്. ഇപ്പോൾ മറ്റേ എന്നും എപ്പോഴില്ലേ ഇതുപോലെ എല്ലാം ഡാൻസ് പാട്ടുകളാണ്. അതുപോലെ തന്നെ ശ്രീരഞ്ജിനി എന്ന രാഗത്തില് ഫുൾ സോളോ സോങ് എൻ്റെ
നമ്മുടെ അടുത്ത ശരണ്യ മോഹനാണ് ഫുൾ ഡാൻസ് കളിച്ചത് അവിടെ. അങ്ങനൊരു പാട്ട് സാർ പാടിച്ചിരുന്നു. തജം 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 ധൃതില്ലാനാ നൃതകിട തോം തോം തോം, ഇങ്ങനെയാണ് ആദ്യം തുടങ്ങുന്നതല്ല. എന്നിട്ട് പിന്നെ നിറയെ ലിറിക്സ്, ഒരു വലിയൊരു സോളോ സോങ്ങാ. രാരയ്ക്ക് ശേഷം സാറിന് ഞാൻ പിന്നെ പാടിയത് ആ പാട്ടാണ്. പാടാൻ അത്ര എടുത്തില്ല, അതുകൊണ്ട് പാട്ടും എടുത്തില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പം ഒരു സുപ്രഭാതത്തിൽ ഇത് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ ഡാൻസ് പാട്ടാണെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഇതൊരു താരാട്ട് പാട്ടാണ്. അത് ശരിക്കും നാഷണൽ അവാർഡിനൊക്കെ പോയതാട്ടോ, ആ സിനിമയും പാട്ടും ഒക്കെ. കണ്ണേ കനിയോറങ്ക കാനകത്ത് പോറങ്ക താമരപ്പുത്തൊട്ടിലെ ഷൺഭകമേ നീയുറങ്ങ. കണ്ണേ കനിയോറങ്ക കാനകത്ത് പോറങ്ക താമരപ്പുത്തൊട്ടിലെ ഷൺഭകമേ നീയുറങ്ങ. தாவிங்க ஓடி வரும் தெய்வம் தந்த சின்னவரம் சாரல் மழை மேகமென தோளில் சாயும் பூங்கரகம் உன்னை என்னும் போதினிலே கையுஞ்ச ஆளுதடா உச்சி முதல் முத்தமிட்டால் வாழும் எண்ணம் கூடுதடா. கண்ணே கனியோரங்க கானகத்து போரங்க താമരപ്പുത്തൊട്ടിലെ ഷൺഭകമേ നീ ഉറങ്ങ. അടിപൊളിയാ. ഓ, അതിന്റെ തുടക്കമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നല്ലൊരിതാണ്. ശിവാംഗി, ഇതാണ് രജനീഷ് ചേട്ടൻ. ഹായ് ശിവാംഗി, ഹലോ, കാണുന്നുണ്ടോ? ഇവിടെ ഭയങ്കര ഫാൻസ് അല്ലേ, ഒത്തിരി ഫാൻസ് ആണ്. ശിവാംഗി പച്ച, ഞാനും പച്ച. കളർ നോക്ക്. ആ, അതാ, അത്രയ്ക്ക് പൊരുത്തമാണ്. ഇവിടെ ഈ ഷർട്ടിനെ കുറിച്ചുള്ള കഥ അമ്മയടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിദ്യാസാഗർ സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ ഇട്ടിരുന്ന ഷർട്ടാണ് ഈ പറയുന്ന ഇന്റർവ്യൂവിൽ ഞാൻ ഇട്ടത്. ഭയങ്കര രസമല്ലേ, അടിപൊളിയല്ലേ? ശിവാംഗി എന്നെ ഫാൻസാ ഇവിടെയൊക്കെ. ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും പറയുന്നുണ്ടായിരുന്നു ഇത് ശിവാംഗിയുടെ അമ്മയാണ് വരുന്നതെന്ന് പറയുമ്പോൾ കുക്ക് വിത്ത് കോമാലി എന്ന് പറയുന്ന സാധനം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിറയെ ഫാൻസ് ഇരിക്കും. അടിപൊളി. 6 million ആയോ? ഓൺ ദ വേ. 5.6 കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു. റിമി വന്ന സമയത്ത് അമ്മ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. 5.6 കഴിഞ്ഞു. പൊളിക്കാണ്. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, അതിനാ ഞാൻ വിളിക്കാൻ പറഞ്ഞത്. ഇവിടുന്ന് ശ്വേത വന്ന് റിമി ടോമി പഠിക്കണു, അങ്ങനെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് അമ്മയ്ക്ക്. എനിക്ക് തോന്നുന്നു ഒരു 10-15 സെക്ഷൻ ക്ലാസ് ഉണ്ട് ഒരു ദിവസം. എന്നിട്ടും എൻ്റെ ശിവാംഗി മാത്രം പഠിക്കാത്ത? ബട്ട് വൈ? പറ ആൻസർ. എന്നെ ശിഷ്യനാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതെ അടിപൊളി. അത് കുഴപ്പമില്ല, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ശിവാംഗി, ഈ ഫാൻസിനെയൊക്കെ, ഇത്രയും ഫാൻസിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ശിവാംഗി ഇത്രയും ചെറിയ പ്രായത്തില്? എനിക്കൊന്ന് ഈ ഷോ വഴിയാ വന്നതൊന്ന് എനിക്കൊന്ന് ഭയങ്കര കണ്ടിപ്പാ ഗോഡ്സ് ബ്ലെസ്സിങ്സ് ആണ്. സോ എനിക്ക് അങ്ങനെ വരുമ്പോ ഡെഫിനറ്റ്ലി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയല്ല, എനിക്ക് എല്ലാമേ ഭയങ്കര ഞാൻ ആസ്വദിച്ച്. ഇത്രയ്ക്ക് മലയാളം അറിയാമോ എന്ന് ചോദിക്കുന്നു ഇവിടെ ഇരുന്നിട്ട്. ഞാൻ ആലോചിച്ച് സംസാരിക്കാം. ഇടയ്ക്കൊക്കെ തൊടുപുഴയിൽ വരുന്നതുകൊണ്ട് മലയാളം പഠിച്ചു അല്ലേ? ചെറിയ വീട്ടിലാണ് അമ്മ മാത്രം മലയാളം സംസാരിക്കും. സോ അമ്മയുടെ അടുത്ത് മലയാളം സംസാരിച്ച് വരും. എന്നിട്ട് അപ്പ നാട്ടിൽ പോകും, അവരുടെ അടുത്ത് മലയാളം സംസാരിക്കും. അവർക്ക് ഫസ്റ്റ് ഞാൻ സംസാരിക്കാം, ഞാൻ എന്റെ ബ്രദറും സംസാരിക്കുന്നത് മനസ്സിലായില്ല. എന്നിട്ട് ഇപ്പൊ ഒരാളെ അവർക്കേ ഒന്നും ഞങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. അടിപൊളി. ഈ അമ്മ ശരിക്കും ഈ അറ്റയറിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ശിവാംഗിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ശിവാംഗി ശരിക്കും ശ്വേതയെയും അമ്മയും കൂടെ ഇരുത്തിക്കുന്ന ഇന്റർവ്യൂവിൽ ശിവാംഗി ഓടി വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു. അതൊരു കോമിക് ഇന്റർവ്യൂ ആയിരുന്നു, രസമായിരുന്നു.
അടിപൊളി ഇൻ്റർവ്യൂ. അപ്പോൾ അതിനകത്ത് കോമഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഭയങ്കര രസമുണ്ട്. പക്ഷെ അമ്മ ഭയങ്കര രസമായിട്ടാണ് ഒരുങ്ങി പോകുന്നത്. അപ്പൊ ശിവാംഗി എന്താ കമന്റ് പറയാ? ഇല്ല, അമ്മ വന്ന് ഭയങ്കര ഇന്ത്യനൈസ് ചുടിദാർ, മാല, കമ്മൽ, അങ്ങനെ നമ്മൾ കറന്റ് ട്രെൻഡ് ഫോളോ ചെയ്യും. കറന്റ് ട്രെൻഡ് എന്നാ മിനിമൽ, കീപ് ഇറ്റ് സിമ്പിൾ, അതാണ് വന്ന് കറന്റ് ഇത്. സോ എല്ലാ ഇതിനും ഒരു മാല ഇടുന്ന ഒരു കമ്മൽ ഇരിക്കണമെന്ന് ആവശ്യമില്ല, ഒരു വലിയ കമ്മൽ ഇടുന്ന ഒരു മാല ഇടണമെന്ന് ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ അതാ ഫോളോ ചെയ്യുന്നത്. അത് വന്ന് കുറച്ച് അണ്ടർ ഡ്രസ് അറിയും, അത് കുഴപ്പമില്ല. ഞാനൊന്നും മുമ്പ് അത്ര ഡ്രസ്സിംഗിൽ ഫോക്കസ് ചെയ്യില്ല. ഇപ്പൊ ഞാൻ കുറച്ച് നല്ല ഡ്രസ്സിംഗ്, മേക്കപ്പ് എല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തു. അമ്മയുടെ അടുത്ത് ഇത് പറയുന്ന സമയത്ത് അമ്മയായിട്ട് വഴക്കിടുവോ? ആ വഴക്കിടും. എല്ലാ ഡ്രസ്സിനും വന്ന് മാല ഇടാൻ പറയും. അതും മാല എന്താ കല്യാണത്തിലെല്ലാം ഇടുന്ന മാല ഒന്ന് എനിക്ക് തരും. അവ ഒന്ന് ഇത് ചേരുന്നില്ല അങ്ങനെ പറഞ്ഞ എടി നിന്നെ കാണാൻ കൊള്ളൂലെന്ന് അങ്ങനെയാ പറയും. ഒരു ഈവന്റിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ശരി ഓക്കെ അത് പറഞ്ഞാൽ കറക്റ്റ് അതുപോലെ തന്നെ അപ്പച്ചി അതൊന്നും ഞാൻ മാല എടുത്തിടും. ശിവാംഗിയെ ശരിക്കും ഇപ്പോഴും നമ്മളെല്ലാവരും അറിയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് കുക്ക് വിത്ത് കോമാളിയാണ്. അതിനകത്ത് അമ്മയെ കൊണ്ടുപോയി കുക്ക് ചെയ്തിട്ട് അമ്മ അത് കുളവാക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എങ്ങനെ ശിവാംഗി ചീത്ത വിളിച്ചോ അമ്മയെ? ഇല്ല, വീട്ടിൽ ചീത്ത വിളിച്ചില്ല, ഞാൻ ഷോയിലെ ചീത്ത വിളിച്ചു. അമ്മ சும்மா இரு அம்மா, என்ன நீ பண்றேம்மா எல்லாம் പറഞ്ഞു. ഇല്ല ഇല്ല ഇല്ല, ഒരു സപ്പന ഉണ്ടാക്കാൻ പറഞ്ഞാ അത് പറയണ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഇല്ല അറിയാന്ന് പറഞ്ഞിട്ട് 3 പാക്കറ്റ് പാല് തീച്ച് വെച്ചിട്ട് ഞാൻ കറക്റ്റ് തന്നെ പാല് ശരിയില്ലെന്ന് പറഞ്ഞാ ദേഷ്യം വരില്ല. നീ ചുമ്മാ പറഞ്ഞിട്ട് അന്ന് വരെ ഗസ്റ്റ് ആയിട്ട് ആര്യ വന്നു. ആര്യ വന്നിട്ട് ആര്യ ഒന്ന് സ്വന്തം ഒരേ നാട്ടുകാരെന്ന് പറഞ്ഞിട്ട് ആര്യനെ സപ്പോർട്ട് വേണം. ആര്യ വേറെ അമ്മന് സപ്പോർട്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടു അന്ന് അല്ലേ? രക്ഷയെല്ലാം പറ്റില്ല, എല്ലാരും വെച്ച് സെഞ്ചു അമ്മനെ വെച്ച് സെഞ്ചാച്ച എന്ന് വെച്ചാ വെച്ച് സെഞ്ചു എന്ന് പറഞ്ഞാൽ നല്ല കളിയാക്കിന്ന് തമിഴിൽ പറഞ്ഞാണ്. നല്ല കളിയാക്കിയല്ലേ? ഈ ആ ഷോ ഉള്ളത് കൊണ്ടും ഇപ്പോൾ ഇൻസ്റ്റയിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ടും പുറത്തൊക്കെ പോകുമ്പോൾ ഒത്തിരി പ്രൗഡായിട്ട് നടക്കാൻ പറ്റുന്നില്ലേ ശിവാംഗി? പ്രൗഡ് താണ്ടി ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വന്നു ഓക്കെ ഞാനെന്ന് പറഞ്ഞ ഇനി ഒരിക്കലും അങ്ങനെയാ തോന്നുന്നേ. സോ ഞാൻ വന്ന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ, ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. കേരളത്തിൽ വരുമ്പോ ആരെങ്കിലും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വന്നില്ലേ? ഒരു 2 വർഷം മുമ്പ് ഞാൻ ലുലു മോളിൽ പോയപ്പോ അവിടെ ഇരിക്കുന്ന തമിഴ് ആൾക്കാരെല്ലാം വന്നു ഫോട്ടോ എടുത്തു. കുറച്ച് മലയാളികൾ വന്നു. ഓ അടിപൊളി. അത് തിരിച്ചറിയാഞ്ഞിട്ടാ കേട്ടോ. ഇതാള് അതൊരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടന്നാൽ തിരിച്ചറിയും. അമ്മയും മോളും കൂടെ നടന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാം. കേരളത്തിൽ ഇനി ഞാൻ കാലടി എടുത്ത് വെച്ചില്ല, വെക്കുന്നേ. ഞങ്ങൾക്കൊരു പാരയാവോ? അപ്പൊ ശിവാംഗി ഓക്കെ, സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. അടിപൊളി, പൊളിക്ക്. അമ്മ പറയുന്നു 2 വരി പാടുമോ എന്ന്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. മറ്റേ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചൊല്ല് പറഞ്ഞില്ലേ? ഏതായാലും ശിവാംഗി അടിപൊളി. നമുക്ക് കാണാം കേട്ടോ, നേരിട്ട് കാണാം. വന്നിരിക്കും. ഓക്കെ ഡൺ. ഓക്കേടാ, ബായ്ഡാ, ബായ് ബായ്. ഗോവിന്ദനും പൂച്ചയ്ക്കൊക്കെ ഫുഡ് കൊടുത്തോ? അപ്പ കൊടുത്തു. ശരി.